ഇത്ര കൊല്ലം പഴക്കമുണ്ടെങ്കിലും എത്ര കൊല്ലം എന്നല്ലേ 2017 മോഡലാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. വണ്ടി ഏതെന്നറിയോ? നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ ലോങ് വീൽ ബേസിൽ വന്നിട്ടുള്ള E220D ന്യൂ ഷേപ്പിലുള്ള വണ്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡോർ പാഡിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത്ര കൊല്ലം പഴക്കമുണ്ടെങ്കിൽ ഇപ്പോൾ 2026 ഏകദേശം എത്ര 9 കൊല്ലത്തോളം പഴക്കമുള്ള വണ്ടിയാണ്. എന്നിട്ടും ഇതിൻ്റെയൊക്കെ ആ ഒരു എന്താ ഒന്നാമത്തെ കാര്യം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ആദ്യം തന്നെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല അടിപൊളി കളറ്. ഇത് ഒരു ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളറാണ്. ഇപ്പോൾ ഇതിൻ്റെ RC-ക്കകത്ത് തന്നെ കറക്റ്റ് പേര് ഞാൻ മറന്നു, എന്താണ് സീലൻഡ് ഗ്രേ എന്നോ അങ്ങനെ എന്താണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ 2017 മോഡൽ E220D ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം. ഈ വാഹനം ഡൽഹിയിലാണ് കിടക്കുന്നത്. ഡൽഹിയിലത്തെ വിലയും ഡൽഹിയിലത്തെ ബാക്കിയുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടോ. കുറേ ആളുകൾ ചോദിക്കാറുണ്ട് നാട്ടിലാണോ വാഹനം എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൽഹിയിലത്തെ വിലയൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 220D ആണ്. ജസ്റ്റ് 63,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അത് നല്ലൊരു ഹൈലൈറ്റ് പോയിൻ്റാണ്. കിലോമീറ്ററൊക്കെ ജെന്യുവനാണ് കേട്ടോ. എന്താ പറയുക, മീറ്റർ ടാമ്പറിങ്ങോ കാര്യങ്ങളൊന്നും നടക്കാത്ത ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഒരു നല്ലൊരു വാഹനമാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ഗ്ലാസും എല്ലാ ഡോർസും ഈ ഒരു വാഹനത്തിൻ്റെ ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ പറയാൻ പറ്റും. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60 to 70% വരെ എല്ലാ ടയേഴ്സും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ബോഡിയുടെ മുകളിൽ ചെറിയ രീതിയിൽ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ചെറിയൊരു ഡെൻറ്റോട് കൂടിയിട്ടുള്ളൊരു സ്ക്രാച്ച് നമുക്ക് ഇവിടെ ഉണ്ട്. അതല്ലാതെ ഈ ഒരു സൈഡിൽ വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കുഞ്ഞു ചെറിയ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടേക്കായിട്ട് 2-3 സ്ഥലത്ത് കിടപ്പുണ്ട് കേട്ടോ. അതല്ലാതെ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ലാത്ത വണ്ടിയാണ്. പിന്നെ അലോയ്സിൻ്റെ മുകളിലൊന്നും സ്ക്രാച്ചസോ അങ്ങനത്തെ ഒന്നുമില്ല. 17 ഇഞ്ചിൻ്റെ അലോയാണ് വന്നിട്ടുള്ളത്. E220D അവൻഗാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം തന്നെ പുറകുവശം ഒന്ന് സ്പീഡിൽ കണ്ടുപോകാം, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പറയാം. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ളത്. പുറകിൽ കണ്ടോ, യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലൊന്നും പെയിൻറ്റിങ് വർക്കോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ ഈ ഒരു കോർണറിലുണ്ട്. ഈ ഒരു കോർണർ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ വീണ്ടും ഇങ്ങനെ ചോദിക്കാറുണ്ട്, അവിടെ സ്ക്രാച്ച് ഉണ്ടോ ഇവിടെ സ്ക്രാച്ച് ഉണ്ടോ, വീഡിയോസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഔട്ടർ കാണിച്ച് ഓരോന്നും പറഞ്ഞു പോകുന്നത്. ഇവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. ഇതെനിക്കൊന്ന് എന്തോ ഒന്ന് വീണ ആ ഒരു ഡെൻ്റാണത്. പിന്നെ ബമ്പറിൻ്റെ ഈ ഒരു കോർണറിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഈ ഒരു വശങ്ങളിലൊന്നും വേറെ പ്രശ്നമില്ല. ഈ ഗ്ലാസ്സൊക്കെ ഒറിജിനൽ ആട്ടോ, അതിലൊന്നും യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ യാതൊരു പരിക്കുമില്ല. ചെറിയൊരു ഡെൻറ്റ് ഈ ഒരു ഡോറിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ബോഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് ബോഡിയുടെ കണ്ടീഷൻ. അതായത് നല്ലൊരു ബോഡി ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. മൈനർ ഡെൻറ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയും കൊല്ലം പഴക്കമുള്ള വണ്ടികൾക്ക് 63,000 കിലോമീറ്റർ ഡൽഹി റോഡിലൂടെ ഓടിയ വണ്ടിയാണ്, എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അതല്ലാതെ വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഡബിൾ റൂഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ കാണാനാണ് കേട്ടോ രസം. ഫുൾ ഫീച്ചേഴ്സാണ്. യെസ്, ചാവിയോടെ പോയി ചാവിൻ്റെ കീശയിലുണ്ട്. 63,002 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അത് വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. കാരണം ഈ ഒരു റേഞ്ചിൽ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയൊന്നും അങ്ങനെ മാർക്കറ്റിൽ കിട്ടാനേ ഇല്ല. ഇത് നിലവിൽ സെക്കൻഡ് ഓണറിലായിട്ടുള്ളത്. കമ്പനി പേരിലാണ് വണ്ടി ഉള്ളത്. ഇതാണ് ഇതിൻ്റെ കീ വന്നിട്ടുള്ളത്. സ്പെയർ കീ ഒക്കെ അവൈലബിൾ ആട്ടോ വണ്ടിക്ക്. 63,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ കണ്ടോ യാതൊരു രീതിയിലും ഇഷ്യൂ ഇല്ല. ജസ്റ്റ് കുറച്ച് ഡസ്റ്റ് ഉണ്ടെന്നല്ലാതെ പൊടിയൊന്നും തുടച്ചെടുക്കുക, അത്രേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. സ്റ്റിയറിംഗ് ബട്ടൺസൊക്കെ നോക്കിയാൽ എന്തെങ്കിലും ഒരു തേയ്മാനം നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്നുമില്ല. ഇത്രയും വലിയൊരു ഡിസ്പ്ലേ. പിന്നെ റൂഫിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുറകിൽ ഗ്ലാസ് ടോപ്പാണ്. അങ്ങനത്തെ വേറൊരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്യാൻ പറ്റും. പുറകിൽ ഒരു ഗ്ലാസ് ടോപ്പും വരുന്നുണ്ട്. അതാണ് ഡബിൾ ഏരിയ. അതായത് സൺ റൂഫ്, മൂൺ റൂഫ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സംഭവം. ഇതിനുള്ളിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ അങ്ങനെ തേയ്മാനങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ സീറ്റൊക്കെ കാണാറുണ്ട്, കീറി പറഞ്ഞ സീറ്റൊക്കെ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടേക്കുള്ള ചെറിയ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും. പിന്നെ ഒരു ലോ കിലോമീറ്റർ വണ്ടിയല്ല, അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഒരു വാഹനത്തിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും നമുക്ക് കാണാനുണ്ട്.
പുറകത്തെ സീറ്റ് നല്ല അടിപൊളിയാട്ടോ. AC വെൻറ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പുറകത്തെ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ അതാ ഡോർ പാഡിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള കുഞ്ഞ് ബട്ടൺ എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെ മുകളിലുണ്ട്. ഈ ഒരു സൈഡത്തെ അത് മാത്രം പോയിട്ടുണ്ട്. പിന്നെ 4 പവർ വിൻഡോസ് നമുക്ക് ഈ ഒരു പുറകത്തെ സീറ്റിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഹൈലൈറ്റ് പോയിൻ്റ് തന്നെ കേട്ടോ. എല്ലാ ഡോറിൻ്റെ മുകളിലുണ്ട്, ഇതിൻ്റെ മുകളിലുണ്ട്. പിന്നെ നമുക്കിനി ബൂട്ടുണ്ട്. ബൂട്ട് നമുക്ക് തുറന്ന് അതിൻ്റെ സ്പേസ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥ. നിങ്ങൾ കണ്ടപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ബൂട്ടിനുള്ളിലും വേറെ ആക്സിഡൻ്റ് ഒന്നും ഇല്ല. ഞാൻ എല്ലാം അരിച്ച് പെറുക്കിയിരുന്നു. എന്തൊക്കെ വലിച്ച് മാറ്റി ഇതിൻ്റെ മൂലയ്ക്കൊക്കെ നോക്കിയിരുന്നു. അവിടെയൊന്നും ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ നടുവത്തെ ആ ഒരു ഹെഡ് റെസ്റ്റ് ആട്ടോ പുറകിലെ, അത് ഊരി വച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ടൂൾസ് കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്തായാലും ഇതിനകത്ത്. ഡിക്കി ഡോറൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരവസ്ഥ. നല്ല ഹൈ ക്വാളിറ്റിയിൽ കിടക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു പവർ വിൻഡോസ് നമുക്ക് 4 ഡോറിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ടിലെ ഡോറിൽ നമുക്ക് 4 വിൻഡോയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വിൻഡോ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ബാ, ഇതിൻ്റെ മുകളിൽ കണ്ട സ്വിച്ച്, ഒറ്റ സ്വിച്ച് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനകത്ത് പാസഞ്ചർക്കാണല്ലോ കൂടുതലായിട്ടും ഈ ഒരു വണ്ടി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒറ്റ ബട്ടൺസ് മാത്രമേ ഉള്ളൂ. അത് ഈ വിൻഡോ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 3 ഡോറിൻ്റെ മുകളിലും 4 ഡോർസും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു അറിവും കൂടി ഇതിനകത്ത് നിന്ന് കിട്ടി. അപ്പോൾ 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പുള്ള ഈ 220D ജസ്റ്റ് 63,000 മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വന്നിട്ട് 19 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് നെഗോഷ്യബിൾ ആട്ടോ. 19 lakhs ആണ് ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പം ഡൽഹിയിലാണ് വാഹനം ഉള്ളത്. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുപ്പിക്കാം. നിലവിൽ ഏതായാലും കിലോമീറ്റർ ജെന്യൂൻ ആണുള്ള 100% ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻസ്, അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് ആ ഒരു ലോ കിലോമീറ്റർ വണ്ടി പോലെ തന്നെയാണ് ഫീലും ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് ഒക്കെ വാലിഡ് കേട്ടോ. IDV 32 lakhs എന്തോ IDV ഉള്ള ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഷുറൻസിൻ്റെ പേപ്പർ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് 40 lakhs അടുത്ത് എന്തോ IDV ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇൻഷുറൻസിനകത്ത് 32 lakhs IDV വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും റേറ്റ് IDV ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ 19 lakhs ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ പോയിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലൂടെ നടക്കില്ല കേട്ടോ. അതൊക്കെ ഓൺ ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ അതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിന് ലിങ്ക് കിട്ടണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്താൽ മതി. കാരണം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതൊരു രശ്മി മനു. ബൈ.